കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ലായിരുന്നു. നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസൊക്കെയാണ് ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സംഭവിച്ചത് പപ്പ മരിച്ചുപോയി. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ ഫേസ്ബുക്കിലൂടെയൊക്കെ അറിയിച്ചിരുന്നു. പല ആൾക്കാരും അനുശോചനം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പലർക്കും എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയില്ല, തിരിച്ച് റിപ്ലൈ ഇടാൻ പറ്റിയില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ച് പല ആൾക്കാരും ചോദിച്ചിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ക്യാൻസർ ആയിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഒരു 3 മാസമായിട്ട് ബെഡ് റിഡൺ ആയിരുന്നു. തലയിലായിരുന്നു കേട്ടോ, ബ്രെയിനിലായിരുന്നു. അപ്പോൾ ഒരു 3 മാസമായിട്ട് ബെഡ് റിഡൺ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് മരിച്ചത്. അതിൻ്റെ അടക്കമെല്ലാം നമുക്ക് ശനിയാഴ്ച തന്നെ കഴിഞ്ഞു കേട്ടോ. ഇനി അതിൻ്റെ പ്രെയർ വരുന്നത് നമ്മുടെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇത് ഒത്തിരി പേർക്ക് നമുക്ക് ഇതായിട്ട് പ്രൈവറ്റായിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാര്യം പറഞ്ഞത്. പിന്നെ അത് പോയിട്ട് പറഞ്ഞത് പിന്നെ ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള വീഡിയോസാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യത്തിൽ ഇതിനിടയ്ക്ക് നമുക്ക് സന്തോഷം നൽകിയൊരു കാര്യമാണ്. നമുക്ക് ഒത്തിരിയധികം സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കാര്യവട്ടത്തൊരു ഫ്ലാറ്റിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ ഇട്ടതിൻ്റെ അടുത്ത ദിവസം, അതായത് ഒരു ദിവസത്തിനകത്ത് നമുക്ക് 4 ഫ്ലാറ്റുകൾ ഒറ്റ ദിവസത്തിൽ സെയിൽ നടന്നു കേട്ടോ. നമുക്ക് ഭയങ്കര നമുക്ക് അതൊരു സന്തോഷം നൽകിയൊരു കാര്യമായിരുന്നു. എൻ്റെ ഓണറൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ട് പറഞ്ഞു. എന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു 14 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. ഒറ്റ ദിവസത്തിൽ ഇത്രയും ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് പോയിട്ട് അതിൽ ടോട്ടൽ 9 ഫ്ലാറ്റായിരുന്നു. അതിൽ ഇനിയും ബാക്കിയുള്ള ഫ്ലാറ്റുകളും ഈ ഒരു 2-3 ദിവസത്തിൽ തന്നെ ക്ലോസ് ആവും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. അപ്പം നിങ്ങൾക്ക് പിന്നെ എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് ചോദിക്കും. നമുക്ക് വരുന്നത് ഈ വീഡിയോ അഡ്വർടൈസ് ചെയ്യുന്നതിൻ്റെ ചാർജസ് ആണ് കേട്ടോ. നമ്മുടെ പേജുകൾ വഴി, മെയിനായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് പേജിലുമാണ് നമ്മുടെ ഈ വീഡിയോസ് പോകുന്നത്. ഫേസ്ബുക്കിലാണെങ്കിൽ ജംഗ്ഷൻ ക്ലബ് എന്ന് പറഞ്ഞ പേജും, യൂട്യൂബിലാണെങ്കിൽ റിയൽ ട്രിവിയൻ എന്ന് പറഞ്ഞ പേജിലൂടെയാണ് നമ്മുടെ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതിന് നമുക്ക് ചാർജ് ഉണ്ട്. നമ്മൾ ഈ വീഡിയോ നമ്മളവിടെ പ്രോപ്പർട്ടിയിൽ പോയി ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചാർജ് ഉണ്ട്. നമുക്ക് ചാർജ് വരുന്നത് 10,000 തൊട്ട് മേളിലോട്ടാണ്. ആ രീതിയിലാണ് നമ്മുടെ ചാർജ് വരുന്നത്. നോർമലി മിനിമം ചാർജ് നമ്മൾ ട്രിവാൻഡ്രം ജില്ലയിൽ എല്ലായിടത്തും ചെയ്യുന്നത് ഈ ഒരു റേറ്റിനാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10,000 രൂപയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. കോമൺ ആയിട്ട് പറയാൻ കാരണം നിറയെ പേര് നമ്മളെ വീഡിയോ എടുക്കുന്നതിന് റേറ്റ് എത്രയാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വരുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പ്രോപ്പർട്ടിയിൽ വന്ന് നമ്മൾ വിസിറ്റ് ചെയ്ത് അവിടുത്തെ വീഡിയോ ഷൂട്ട് ചെയ്യും, നമ്മുടെ പേജുകൾ വഴി പബ്ലിഷ് ചെയ്യും. നമുക്ക് അത്യാവശ്യം റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫോളോവേഴ്സാണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പോൾ ഇതിലൊരു ബെനിഫിറ്റ് ബ്രോക്കറേജ് ഒഴിവാക്കാം. ആ ഒരു ബ്രോക്കറേജും കൂടി നിങ്ങൾക്ക് കസ്റ്റമറിന് കുറച്ച് നൽകാൻ സാധിക്കും. ഇപ്പോൾ ഒരു 1 കോടി രൂപയുടെ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ അതിനൊരു ബ്രോക്കറേജ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 3% ബ്രോക്കറേജ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ബ്രോക്കറേജും കൂടി വാങ്ങുന്ന ആൾക്കായിരിക്കും വരിക. വാങ്ങുന്ന ആളുടെ നിന്ന് അതും കൂടെ കൂടുതൽ വാങ്ങിയിട്ടായിരിക്കും അത് ബ്രോക്കറിന് കൈമാറുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് കസ്റ്റമറിന് കുറച്ച് നൽകാൻ കഴിയും. ആ ഒരു കാരണം കൊണ്ട് തന്നെ സെയിൽ പെട്ടെന്ന് നടക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ദിവസത്തിൽ 4 ഫ്ലാറ്റ് ഒരു വീഡിയോയിലൂടെ സെയിലാവുമെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് മാത്രമല്ല, വേറെ ഒത്തിരിയധികം സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കുളത്തൂര് ഒരു 15 സെൻറ്റ്, അതും സെൻറ്റിന് ഒരു 24 ലക്ഷം വെച്ചിട്ട് ചോദിച്ചു. എനിക്ക് തോന്നുന്നു 21 രൂപയ്ക്ക് അത് ക്ലോസ് ആയി. അപ്പോൾ അത് കടന്നു. പിന്നെ കഫേയുടെ സെയിൽ കടന്നു. ഒത്തിരിയധികം സെയിൽസ് ഉണ്ടായിരുന്നു. അതിൽ പലതും ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടിട്ടില്ല കേട്ടോ. ഇനിയും നോക്കി നിറയെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. എന്തായാലും നല്ല രീതിയിൽ സെയിൽ നമുക്ക് അത്യാവശ്യം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നൽകുന്ന സർവീസ്. നമ്മുടെ കയ്യിൽ പിന്നെ 100% സെയിൽ ആവുമെന്ന് ചോദിക്കും. വീഡിയോ ഇട്ട് ചില ആൾക്കാർ വിളിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ സെയിൽ ആവും, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അത് നമ്മളിതിൽ പരസ്യമാണ് നൽകുന്നത്. നിങ്ങൾ സാധാരണ പത്രത്തിൽ കൊടുക്കുന്നതിന് പോലെ തന്നെയാണ് നമ്മുടെ പേജുകൾ വഴി പബ്ലിഷ് ചെയ്യുക. പക്ഷേ നമ്മുടെ ഇതിൽ പ്രോപ്പറായിട്ട് സ്ഥലം എന്താണ്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് വേറൊരു എൻക്വയറി വന്നു കഴിഞ്ഞാലും ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങളുടെ കസ്റ്റമറിന് അയച്ചു കൊടുത്താൽ മതിയാവും. ഈ വീഡിയോ നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ചെയ്യത്തില്ല, പേജിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിലൂടെ. അപ്പോൾ നമ്മുടെ ഇതിൽ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.